ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വെള്ളക്കുന്ന് പള്ളിയിലെ പുൽക്കൂട് കാണാനായിട്ട് പോവാണ് കേട്ടോ. അവിടെ എല്ലാ കൊല്ലം നല്ല 2-3 ലക്ഷം രൂപയുടെയൊക്കെ പുൽക്കൂടാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഈ കൊല്ലം അങ്ങനെ തന്നെ ആവുമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയിപ്പോൾ ഉണ്ടല്ലോ നല്ല അടിപൊളി പുൽക്കൂട്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. എല്ലാ വട്ടം നമ്മൾ കാണണമെന്ന് ആഗ്രഹിക്കുക ചെയ്യാറുള്ളൂ. പക്ഷേ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. ഈ കൊല്ലം ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങോട്ടേക്ക് പോണത്. അവിടുത്തെ കാഴ്ചകളൊക്കെ കുറച്ച് കാണാം. കയറുമ്പോൾ തന്നെ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല ലൈറ്റുകളും പൂ പോലെയൊക്കെ അങ്ങനെ ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടായിട്ടോ കയറുമ്പോൾ തന്നെ കാണാനായിട്ട്. ഇവിടെ ഒരു ആനയുടെ രൂപം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുമ്പോൾ കുറേ പേരൊക്കെ കയറി ഫോട്ടോ ഒക്കെ എടുക്കണ്ടായി. അപ്പോൾ ഞാനും വിചാരിച്ചു അതിൻ്റെ മുകളിലൊക്കെ കയറി ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് പറയണത് 200 രൂപയുടെ ഒരു കൂപ്പൺ ഉണ്ടായിരുന്നു. ആ കൂപ്പൺ എടുക്കുന്നവർക്ക് മാത്രമാണ് അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുള്ളായിരുന്നു. ജീവനുള്ള ആയിരുന്നല്ലായിരുന്നു കേട്ടോ. അത് കാരണം ഞങ്ങൾ പിന്നെ അത് കയറണ്ടെന്ന് വെച്ചു. വീണ്ടും കാഴ്ചകൾ കാണാൻ തന്നെ ഇങ്ങനെ നടന്നു. ഓരോ രൂപങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഓരോ സിംഹം, ആന, കടുവ അങ്ങനെ ഓരോന്നൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ നല്ല സൗണ്ടൊക്കെ കൊടുത്ത് നല്ല രസമായിരുന്നു കാണാനായിട്ട്. ലൈറ്റായാലും രൂപങ്ങളായാലും എന്തായാലും നല്ല മനോഹരമാക്കാനായിട്ട് അവർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാം നല്ല രസത്തിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. നമുക്കിങ്ങനെ കണ്ട് നടക്കാനായിട്ട് തോന്നും, ഒരു മടുപ്പും തോന്നില്ല. കുറേ സ്ഥലത്തായിരുന്നു കേട്ടോ. പക്ഷെ നമുക്കതിങ്ങനെ മടുപ്പൊന്നും തോന്നാതെ ഇങ്ങനെ കണ്ട് നടക്കാനായിട്ട് പറ്റും. എല്ലാവരും നല്ലപോലെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. വേറൊരാടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പക്ഷെ അങ്ങനെ കയറാനൊന്നും പറ്റില്ല. വെറുതെ ഒരു സ്റ്റാച്ചു പോലെ ആയിരുന്നു. പിന്നെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ആർക്കായാലും ഇത് നല്ല പോലെ ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് പ്രത്യേകിച്ച് നല്ല ഇഷ്ടമാവും. നല്ല കളർഫുൾ ലൈറ്റുകളും എല്ലാം നല്ല രീതിയിൽ അവരുണ്ടാക്കിയിട്ടുണ്ട്. പൂക്കളുണ്ടാക്കി വെച്ചേക്ക് എന്തായാലും എല്ലാം തന്നെ നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പോയി കഴിയുമ്പോൾ മഴ പോലെ വെള്ളം വീഴുന്ന ഒരു സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് കൈയൊക്കെ ഇങ്ങനെ തൊടാം. ശരിക്കും മഴ പെയ്യണ പോലെ തോന്നുള്ളൂ. അതുപോലെ പാടത്തിൻ്റെ അവിടെ ഈ ആടുകളെയും പശുക്കളെയൊക്കെ ഉണ്ടാക്കി വെച്ചാണ് കണ്ടാൽ ശരിക്കും ഒറിജിനൽ ആടും പശുവാണെന്ന് നമുക്ക് തോന്നുള്ളൂ. അതുപോലത്തെ ആയിരുന്നു അത്. അതുപോലത്തെ സെറ്റപ്പായിരുന്നു. ഒക്കെ നമുക്ക് നല്ല ഒറിജിനാലിറ്റി തോന്നിക്കും. അതുപോലെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇങ്ങനെ ക്യൂ നിന്നിട്ടാണ് പോകാനായിട്ട് പറ്റിയിരുന്നത്. അതുപോലെ ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചതിനേക്കാളും അപ്പുറത്തായിരുന്നു. അത്ര രസമുണ്ടായിരുന്നു കാണാനായിട്ട്.
ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞ് ഇറങ്ങണത് ഒരു ഫുഡ് കോർട്ടിലേക്കാണ് കേട്ടോ. അവിടെ രാത്രി 12 മണിയായാലും നമുക്ക് കുലുക്കി സർബത്ത്, ബജ്ജികൾ, ചായ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടം ഐസ്ക്രീമുകൾ, നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിച്ച് കഴിക്കാം. അങ്ങനെ ഒരു ഫുഡ് കോർട്ടിൻ്റെ ഒരു സെറ്റപ്പും കൂടി അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട് ക്ഷീണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പോയിരുന്ന് ഫുഡൊക്കെ കഴിച്ച് നമുക്ക് ആടിപ്പാടി നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ മതി. അതുപോലത്തെ സെറ്റപ്പായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇതൊക്കെ കണ്ട് ഇറങ്ങിയപ്പോൾ കറക്റ്റ് ഏകദേശം ഒരു 12 മണിക്കൊക്കെ അടുത്തായി. അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെയാണ് നമ്മുടെ ഉണ്ണീശോ പിറക്കണ സമയമായിരുന്നത്. അപ്പോൾ ഉണ്ണീശോ ജനിച്ച് കഴിഞ്ഞിട്ടുള്ള ആ ചെറിയൊരു പ്രദർശനവും അതിലും ഇഷ്ടംപോലെ കുറേ ഇങ്ങനെ പടക്കങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം കണ്ട് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ബജ്ജിയൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ തിരിച്ചു വന്നത്. എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിരുന്നു പുൽക്കൂട് പോയത്. പുൽക്കൂടായാലും ഒരു രക്ഷയില്ല, അവിടുത്തെ വൈബായാലും ഒരു രക്ഷയില്ല, ഫുഡായാലും എന്തായാലും അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.